ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എക്സ്പീരിയൻസിന് മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഞാൻ ഇന്നു മുതലാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഈ സിലബസ് കണ്ടപ്പോൾ 2-3 ദിവസത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതായത് ഐഡിയ ഇല്ലെന്ന് നമുക്ക് അറിയാവുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. ബാക്കി കുറച്ച് ടോപ്പിക്കുകൾ എൻ്റെ പേഴ്സണൽ കരിയർ പറഞ്ഞു കേട്ടോ. ഞാൻ ടെക്നിക്കൽ എക്സാമ്പിൾ ഇപ്പോൾ സീരിയസ് ആയി നോക്കി തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള ടെക്നിക്കൽ എക്സാം ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറായിരുന്നു. അതിനു മുമ്പും പരീക്ഷകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ അതൊന്നും പഠിക്കാണ്ട് വെറുതെ പോയിട്ട് പരീക്ഷ എഴുതായിരുന്നു. ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിനേഷൻ ഒരാഴ്ച മുമ്പൊക്കെ ഞാൻ എന്തൊക്കെയോ കുറേ സംഭവം കളക്ട് ചെയ്തിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ട് ഒരാഴ്ച കൊണ്ടൊക്കെ പഠിച്ചിട്ടൊക്കെ പോയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സീരിയസ് ആയിട്ടൊരു ടെക്നിക്കൽ എക്സാം പ്രിപ്പയർ ചെയ്തത് ലെക്ചർ ഇൻ പോളി ആയിരുന്നു. അത് ഞാൻ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതെനിക്ക് കിട്ടിയില്ല. ഞാൻ ആ ടൈമിൽ കുറേ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സിലബസ് വെച്ചിട്ടുള്ള നോട്ട്സൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ എക്സാമുകൾ നടന്നിട്ടുണ്ടായിരുന്നൊന്നും ഞാൻ അത്ര വലിയ സീരിയസ് ആയിട്ട് എഴുതിയിട്ടുണ്ടായില്ല. കാരണം ഞാൻ അപ്പോഴത്തേക്കും ജനറൽ PSCയുടെ ആ ഒരു ട്രാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ടെക്നിക്കലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പോലും പറ്റിയില്ല. അതിന് നേരെ പ്രിപ്പയറും ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷേ എനിക്ക് ആ ടൈമിൽ എക്സാം പോയി എഴുതിയില്ല. പിന്നെ തൊട്ട് മുമ്പുള്ള PWD ആണ് പിന്നെ ഞാനൊരു പരീക്ഷയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ആകെ 1 മാസം കൊണ്ടുള്ള പ്രിപ്പറേഷനായിരുന്നു. കാരണം ആ ടൈമിൽ ഒരു ജനറൽ PSC എക്സാമിനേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനകത്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ടെക്നിക്കൽ എക്സാം എഴുതിയിട്ട് കുറച്ചായി, സീരിയസ് ആയി പ്രിപ്പയർ ചെയ്തിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അത് ഞാൻ അത്യാവശ്യം പഠിച്ച് എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നത് ലെക്ചർ മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഒന്നും അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിലബസും കാര്യങ്ങളൊന്നും ഞാൻ അത്രയ്ക്ക് നേരെ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ജനറൽ PSC ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇനി ഞാൻ ഒരു ടെക്നിക്കൽ എക്സാമിനേഷൻ കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ട്രേഡ്സ്മാനാണ്. പക്ഷേ ട്രേഡ്സ്മാൻ ഞാൻ പഠിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ സിലബസ് എന്ന് പറയുന്നത് വളരെ പുതിയതാണ്. കുറേ കാര്യങ്ങളില്ല, കുറേ കാലം എനിക്ക് തീരെ അറിയില്ല. ഒക്കെ എനിക്ക് ഫ്രഷായിട്ട് ഇനി പഠിച്ചു തുടങ്ങണം. നമുക്ക് മുന്നിലാകെ 2-3 മാസമേ ഉള്ളൂ. 3 മാസം തികച്ചില്ല, 2 മാസം 2.5 മാസം എന്ന് വിചാരിക്കാം, അതേ ഉള്ളൂ. അപ്പോൾ അതായത് ഇനി പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സിലബസ് ഭയങ്കര വാസ്റ്റൊക്കെയാണ്, പക്ഷേ സിലബസ് നമുക്ക് പഠിക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സിലബസ് തന്നെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിൽ ആകെ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ മുമ്പ് സീരിയസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ടോപ്പിക്കുകളുള്ളൂ. അതായത് ജനറൽ ഒരു ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് നമ്മൾ എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഡയോഡ്, മോസ്ഫെറ്റ്, JFET, അതുപോലെ BJT, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഫെറ്റും അതൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഓപ്പാമ്പ്, ഈ ഒരു ഭാഗം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഭാഗമൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി മുമ്പുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് എല്ലാത്തിലും ഇലക്ട്രോണിക്സിൽ കാണുന്ന ടോപ്പിക്കുകളാണ്. പിന്നെ അത് ലെക്ചറിനും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ മെയിനായിട്ട് ഈ ടോപ്പിക്കുകളൊക്കെ തന്നെയുള്ളൂ. ഇതിനപ്പുറത്തേക്കുള്ള ടോപ്പിക്കുകളൊന്നും എനിക്കില്ല. അപ്പോൾ ഇതിലൊരു 50-50 ശരിക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഒരു 50% എൻ്റെ കയ്യിലുണ്ട്, ബാക്കി 50% ഞാൻ പഠിച്ചെടുക്കണം. ഈ എൻ്റെ ഉണ്ട് പറഞ്ഞ സാധനം ഞാൻ ബുക്ക് തുറന്നിട്ട് കുറേ കാലമായി. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നല്ലാണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് മുതലൊരു ടാർഗറ്റ് വെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യണം. നമ്മളൊരു പ്ലാൻ വെച്ചാലും 100% നടക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു പ്ലാൻ വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട. ജസ്റ്റ് പ്ലാൻ തുടങ്ങി വയ്ക്കുക. പക്ഷെ നമുക്ക് 100% എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിലൊരു കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെ കാരണം ഇപ്പോഴേ നമ്മളത് സെറ്റായാൽ ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ വേറെ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും ഇല്ല, കോച്ചിങ്ങിനൊന്നും പോകുന്നില്ല, ഇതിന് സെൽഫ് പ്രിപ്പറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന ബുക്കുകൾ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് സ്റ്റഡി ബ്ലോഗ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ കിടക്കേണ്ടത്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കുകൾ അതൊക്കെയാണ്. അതല്ലാണ്ടുള്ള വല്ല ബുക്സൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഈ ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യുന്ന അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നോക്കുന്നത് ആ കയ്യിലുള്ള ബുക്കുകളും അതിലില്ലാത്ത ടോപ്പിക്കുകളൊക്കെ നെറ്റിൽ നിന്നും മറ്റുമൊക്കെ നോക്കി പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തായാലും പുതിയ കാര്യങ്ങളൊന്നും, അതായത് പുതിയൊരു ബുക്ക് വാങ്ങിച്ച് അത് പഠിച്ചെടുത്ത് ഹൃദയസ്ഥമാക്കാനുള്ളൊരു ടൈമൊന്നുമില്ല.
അപ്പോൾ ഉള്ള സമയം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറ്റാവുന്ന പോലെ നോക്കുക എന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു ഹൈ കട്ട് ഓഫ് വരുന്ന ഒരു എക്സാമിനേഷനാണ്. ഇത്രയും ടഫാണ് അതിൻ്റെ സിലബസ് ആണെങ്കിൽ പോലും നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം PWD ഒക്കെ തന്നെ ഇത്രയും വന്ന സ്ഥിതിക്ക് നമുക്കിത് എന്തായാലും ഡിസ്ട്രിക്ട് വൈസുമാണ്. ഡിസ്ട്രിക്ട് വൈസ് വളരെ കുറച്ച് വാക്കൻസി ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഹൈ കട്ട് ഓഫ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വേഗം സർവീസിൽ വേഗം കയറുകയും ചെയ്യാം. അങ്ങനെയാണ്. ഇതിനൊക്കെ നന്നായി തലകുത്തിന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതലേ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അത് പറയാം, അവർക്കൊക്കെ തന്നെ ഭൂരിഭാഗം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നോക്കുക എന്നുള്ളതാണ്. ഇതിനിടയിൽ ഡിഗ്രി എക്സാമിനേഷൻ വരുന്നുണ്ട്, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ അത് 2 എക്സാമിനേഷനാണ്. പ്രിലിംസ് കയറണം, പിന്നെ എൻ്റെ മെയിൻസ് വേറെ ആവണം. അപ്പോൾ അതിനു വേണ്ടി തലകുത്തിരിക്കാനായിട്ട് നല്ലതല്ലേ, ഇതാകുമ്പോൾ ഒറ്റ സ്റ്റേജേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ടെക്നിക്കൽ നോക്കാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോൾ 2 മാസമേ ഉള്ളൂ. ഒരുവിധം നമ്മളുടെ സബ്ജക്റ്റുമാണ്. ഡിഗ്രി ലെവലാകുമ്പോൾ ഇപ്പോൾ പുതിയ പാറ്റേൺ ചേഞ്ചൊക്കെ ആയതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അത്ര എഫേർട്ട് എനിക്ക് ഇതിന് വേണ്ടി വരില്ല എന്നുള്ളൊരു മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാനപ്പോൾ ഈ ഒരു നമ്മുടെ ടെക്നിക്കൽ എക്സാം തന്നെ ട്രേഡ്സ്മാൻ തന്നെ നോക്കാമെന്ന് വിചാരിച്ചത്. ഒരു മാക്സിമം ഒരു 10-12 വാക്കൻസി ഉണ്ടാവും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ പഠിക്കുന്നത്. നമുക്കിപ്പോൾ എത്ര കട്ട് ഓഫ് വരും എന്നുള്ളത് അറിയില്ല. ശരിക്കും 90 എബോവ് ഒക്കെ സ്കോർ ചെയ്താലേ ഗുണമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു എക്സാമിൻ്റെ ട്രെൻഡും ഈ കഴിഞ്ഞ കുറച്ച് ലിസ്റ്റുകളൊക്കെ നോക്കുന്ന സമയത്ത് അതാണൊരു സേഫർ സോൺ. പക്ഷേ അത്രയൊക്കെ നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ നല്ല വിട്ടുകൊടുക്കണം, നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ പഠിച്ചെടുക്കാം. ബാക്കി കിട്ടുമോ കിട്ടാതിരിക്കുന്നത് അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, ഞാൻ എന്താണ് ഈ ഒരു ആഴ്ച എന്ന് പറയുമ്പോൾ എനിക്കിൽ ഒരു ദിവസം ചിലപ്പോൾ വ്യാഴാഴ്ച ഫുൾ എനിക്ക് ഒന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ശനി ഞായറും 3 ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട്, ക്ലാസ് ഇല്ലാത്തതുകൊണ്ട്, കുട്ടി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു ഫ്രീ ടൈം കിട്ടില്ല. ഫ്രീ ടൈം കിട്ടില്ല, നല്ല കുറവായിരിക്കും. അവൻ്റെ കൂടെ നമ്മൾ 2 ദിവസം സ്പെൻഡ് ചെയ്യണം. 5 ദിവസം കുട്ടികൾ ക്ലാസ്സിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ 2 ദിവസം നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതും ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം, ഇന്ന് 1-ാം തീയതി അല്ലേ, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 1, 2, 3 ഈ 3 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് പുതിയ ടോപ്പിക്കുകൾ മെല്ലെ, സാധാരണ അതിൽ ഞാൻ പഠിക്കാത്ത ടോപ്പിക്കുകളാണ് ആദ്യം ഞാൻ നോക്കാറുള്ളത്. അങ്ങനെ തന്നെയാണ് നോക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ആ ഒരു രീതിക്ക് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആകെ ഡെസ്പായി, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഈ ടോപ്പിക്കുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും നോക്കാം, അത് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ടോപ്പിക്കുകൾ പലതും ഇല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഞാൻ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ തുടങ്ങാനായിട്ട് നല്ലതല്ലേ. കയ്യിലെന്തെങ്കിലും വെച്ചിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചുകൂടി ടൈം ഇത്രയെങ്കിലും പഠിച്ച് തീർന്നു എന്ന് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ തോന്നുമ്പോൾ പിന്നെ ബാക്കിയുള്ള സമയം പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ നമുക്ക് തോന്നും. അപ്പം ഞാൻ വിചാരിക്കണത് ഫസ്റ്റ് മോഡൽ ഞാൻ ഇപ്പോൾ തൽക്കാലം എടുക്കില്ല. കാരണം ആ ഭാഗങ്ങളൊന്നും എനിക്ക് അവിടെ കുറച്ച് അറിയാം, പക്ഷെ മുഴുവനായിട്ട് എനിക്കറിയില്ല. മൊഡ്യൂൾ 2 ഇത് നമ്മളുടെ ഇലക്ട്രോണിക്സിൻ്റെ സ്വന്തം മൊഡ്യൂളാണ്. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡയോഡും ട്രാൻസിസ്റ്ററുള്ള ഭാഗം, പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ്. ശരിക്കും പവർ ഇലക്ട്രോണിക്സ് പുതിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കൂടെ നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്നുള്ള പാഠഭാഗം, പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള പാഠഭാഗം, പിന്നെ ആംപ്ലിഫയർ ഓസിലേറ്ററൊക്കെ നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ വരുന്നതാണ്. ഓപ്പ് ആമ്പ് എന്ന് പറയുന്നത് ലീനിയർ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നുള്ളൊരു പാഠഭാഗമാണ്. LIC നമ്മുടെ BTechലെ LICയിലുള്ള ഒരു ഭാഗമാണ് ഓപ്പ് ആമ്പ് ആൻഡ് ടൈമർ. അതുപോലെ പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ഭാഗം. ഈ ഒരു 3 മൊഡ്യൂളാണ്, 2, 3, 4 ഈ 3 മൊഡ്യൂളാണ് ഞാൻ ഇന്ന് നാളെ മറ്റന്നാളായിട്ട് തീർക്കാനായിട്ട് പോണത്. ഇതിൽ തീർക്കാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ച് ടോപ്പിക്കുകളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും കൂടി നമ്മളെ കൊണ്ട് ആവുന്നത്ര നോക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്കുകൾ ഇന്ന് നാളെ മറ്റന്നാളോടുകൂടി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വ്യാഴാഴ്ച പഠിക്കാനായിട്ടുള്ള സമയമില്ല. അന്ന് രാത്രി എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 3 കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവിടെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. 3 കൂടെ പഠിച്ചിട്ട് അന്ന് വ്യാഴാഴ്ച അതൊന്ന് റിവൈസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നടക്കുമെന്നുള്ളത് അറിയില്ല. നമ്മളെന്തായാലും സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ആവേശത്തോടു കൂടി നമ്മൾ എല്ലാവരും ഒന്നിച്ച് തുടങ്ങിയാൽ മാത്രമല്ലേ നടക്കുള്ളൂ. അല്ലാണ്ട് ഇനിയും ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് തീരണ്ടേന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയുള്ളൂ. അവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ മുന്നിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് നോക്കാം നമ്മളെ കൊണ്ട് എത്രത്തോളം എത്തുന്നുള്ളത്. അപ്പോൾ ഇനി തുടങ്ങിയാലും നമ്മൾക്ക് എന്തായാലും
ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലൊരു 80 ഒക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സ്കോറാണ്. അപ്പോൾ 2 മാസം കൊണ്ട് നമ്മൾ 80 സ്കോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് ഇത് കഴിഞ്ഞ് പിന്നെ അടുത്ത വരുന്നത് ഇനി ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് എന്നാണ്. ഇതിൽ ഇത്ര എത്തിക്കഴിഞ്ഞാൽ ആ എക്സാമിന് നമുക്കത് ഉപകാരപ്പെടും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ വിഷമിക്കാൻ പാടില്ല. എന്തായാലും ഈ ടോപ്പിക്കുകളൊക്കെ തന്നെയായിരിക്കും അതിലുണ്ടാകുക. ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവുമായിരിക്കും. എന്നാൽ ഇത്രയും ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് പഠിക്കുക കേട്ടോ. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കണത്. ഒന്നല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ, പക്ഷേ നമ്മൾ നമ്മുടെ എഫേർട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ എന്തായാലും കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടോപ്പിക്ക് ഞാൻ തരില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും കൂടി ഞാൻ ഒറ്റ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലുള്ള അപ്ഡേറ്റ്സ് ആണ് വരിക. ഇതിനിടയിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡേയ്സ് കഴിയുന്ന സമയത്ത് ഞാൻ മോക്ക് ടെസ്റ്റ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കാം. എൻ്റെ സമയവും സാവകാശവും കൂടെ നോക്കിയിട്ട് കേട്ടോ. എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ചെയ്യാം. നമ്മൾ മുമ്പ് ടെക്നീഷ്യൻ ഗ്രേഡിലൊക്കെ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്പോൺസും കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതുപോലെയുള്ള വീഡിയോസ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദിവസം ചെയ്യാൻ പറ്റില്ല, എൻ്റെ ടൈമും ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിക്കുക. എല്ലാവരും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നിച്ചെന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഒരാൾ കൂട്ടുള്ളപ്പോൾ നമ്മൾ എന്തായാലും പഠിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഇത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.